പശുക്കളുടെ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാക്കുന്ന ഈ സമൃദ്ധ സംവിധാനം കേരളത്തിലുടനീളം നടപ്പാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. വടാശ്ശേരി ക്ഷീരോത്പാദക സഹകരണ സംഘം പുതുതായി നിർമ്മിച്ച ഫാമേഴ്സ് ഫെസിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പശുവിന്റെ ചെവിയിൽ ചിപ്പധിഷ്ഠിത ടാഗ് ഘടിപ്പിച്ച് പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാക്കുന്ന ഈ പദ്ധതി 7.5 കോടി രൂപ ചെലവഴിച്ചാണ് പത്തനംതിട്ടയിൽ ആരംഭിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ കന്നുകാലി ഹെൽത്ത് മാനേജ്മെന്റ് സംവിധാനമാണ് ഈ സമൃദ്ധ. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ സഹകരണത്തോടെ പുതുതായി നിർമ്മിച്ച ഫാമേഴ്സ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. ഇവിടെ നമ്മുടെ ക്ഷീരവികസന വകുപ്പിന്റെ തന്നെ നേതൃത്വത്തിൽ ഫെസിലിറ്റേഷൻ സെന്റർ ഏകദേശം നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ ഈ ക്ഷീരസംഘത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞത് 15 ലക്ഷത്തോളം തുക ചെലവഴിച്ചു എന്നുള്ളതാണ്. അതിൽ 5.25 ലക്ഷം രൂപ ക്ഷീരവികസന വകുപ്പ് കൊടുത്തതാണ്. പശുവിന്റെ വാക്സിനേഷൻ വിവരങ്ങൾ, നൽകുന്ന പാലിന്റെ അളവ്, ഉടമയുടെ വിവരങ്ങൾ തുടങ്ങിയവ ഇതുവഴി ലഭ്യമാകും. 15 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഫാർമേഴ്സ് ഫെസിലിറ്റേഷൻ സെന്റർ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ഇതിൽ 5.25 ലക്ഷം രൂപയാണ് സംഘത്തിന് സബ്സിഡി അനുവദിച്ചത്. ചർമ്മമുഴ, കുളമ്പ് രോഗം എന്നിവയ്ക്ക് 5 ഘട്ടമായി 6 മാസത്തിലൊരിക്കൽ കുളമ്പ് രോഗത്തിന് വാക്സിൻ നൽകി വരികയാണ്. വാക്സിൻ വളരെ കൃത്യമായി നൽകുന്നതുകൊണ്ട് കുളമ്പ് രോഗവും ചർമ്മമുഴയും നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കും. വടാശ്ശേരി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ കർഷകർക്ക് വിവിധ ആവശ്യങ്ങൾക്കായി ഒത്തുചേരുന്നതിനും സെമിനാറുകൾ മുതലായവ സംഘടിപ്പിക്കുന്നതിനും ആധുനിക രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ് ഡയറി ഫാമേഴ്സ് ഫെസിലിറ്റേഷൻ കം ഇൻഫർമേഷൻ സെന്റർ. MLA ആന്റണി ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ, കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി, ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം, കോട്ടപ്പടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജി സജീവ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനു വിജയനാഥ്, മിൽമ ചെയർമാൻ MT ജയൻ, ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ആസിഫ് കെ യൂസഫ്, ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ട്രീസ തോമസ്, മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ചെയർമാൻ EK ശിവൻ, വാരപ്പെട്ടി ആപ്കോസ് പ്രസിഡന്റ് PS നജീബ്, ആപ്കോസ് നേര്യമംഗലം പ്രസിഡന്റ് PK ശിവൻ, കോട്ടപ്പടി ആപ്കോസ് പ്രസിഡന്റ് D കോര, പുതുപ്പാട് ആപ്കോസ് സെക്രട്ടറി മഞ്ജു തോമസ്, വടാശ്ശേരി ആപ്കോസ് പ്രസിഡന്റ് MK സുഗു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. സ്റ്റീൽ, സോഫാസ് എന്നീ ഫർണിച്ചറുകൾ ഒറ്റ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏക സ്ഥാപനം. ആർക്കിടെക്ചറൽ ആൻഡ് ട്രഡീഷണൽ ഡിസൈൻസ് ആവശ്യാനുസരണം നിർമ്മിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ വിശ്വസ്തയോടെ എന്നും നിങ്ങളോടൊപ്പം. ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം. ഇനി കൂത്താട്ടുകുളത്ത്.